കേരളത്തിൻ്റെ ഒരു സമ്പ്രദായ പ്രകാരം 64 കോടി ധൂളി നാഗദേവതമാരെന്നാണ് പറയുന്നത്. നാഗരാജാവിനാണ് ഏറ്റവും ആ സർപ്പങ്ങളുടെ ഒരു പരമ്പരയിൽ സർവ്വസാമാന്യ വിധാനത്തിൽ നാഗരാജാവിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. നാഗരാജാവ്, നാഗയക്ഷി, അതുപോലെ തന്നെ മണിനാഗം, അഞ്ചലമണിനാഗം, ധൂളി മണിനാഗം, രത്നമണിനാഗം, അതുപോലെ പറനാഗം, കുഴിനാഗം. എന്നാൽ ചില ദേവതമാർ അങ്ങനെയല്ല, രക്തത്തിൽ പ്രസാദിക്കുന്ന ദേവതമാരാണ്. മഞ്ഞപ്പൊടി പാടും എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഗുരുതിയായിരിക്കും അവർക്ക് നമുക്ക് ആ വിഗ്രഹത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യേണ്ടുന്നത്. അതുപോലെ അറുത്ത് പൂജയുള്ള സർപ്പങ്ങൾ, മത്സ്യം നിവേദിക്കുന്നവർ, പിന്നെ മുട്ടയൊക്കെ നിവേദിക്കുന്നത് പൊതുവെ ഒരു ഇടക്കാലം ഒരു 10-20 വർഷം മുന്നേ വരെ കേരളത്തിലെ കാവുകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. അപ്പം ഇവിടെ എത്ര ദേവതമാരുണ്ടോ ചിലപ്പോൾ അതുപോലെ അതിൽ കവിഞ്ഞോ ഒക്കെ ദേവതമാർ നാഗലോകത്തിലും ഉണ്ടെന്നുള്ള സങ്കല്പമാണ്. ഇവിടെ ഇവിടെ ഇല വീഴണമെന്നുണ്ടെങ്കിൽ അത് നാഗലോകത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള സങ്കല്പമാണ് നമുക്ക് പാരമ്പര്യ വിധാനത്തിലുള്ളത്. അതായത് ഒരു കുടുംബത്തെ സർപ്പത്തെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ആ സർപ്പത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബത്തിൽ ഒരു മുത്തപ്പൻ, ഒരു യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നൊക്കെ പറയുന്ന ഒരു അദ്ദേഹം പോയിട്ട് ആരാധിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു ദേവതമാരെ ഉണ്ടാക്കുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം കൂടി വണങ്ങുന്ന ഒരു പദ്ധതിയാണ് ഈ സർപ്പത്തിന്റെ ആരാധനാ പദ്ധതി. അതുകൊണ്ട് ഇതിന് ആദിമൂല സമ്പ്രദായം എന്ന് പറയാറുണ്ട്. ആദിമൂല ശിവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാഗരാജാവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ നൂറും പാലും? അത് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൽ എങ്ങനെയാണ് ഈ നാഗദൈവങ്ങൾ പ്രസാദിക്കുന്നത്? നൂറും പാല് എന്ന് പറയുന്നത് എല്ലാ സർപ്പദേവതമാർക്കും സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള നിവേദ്യമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. നമ്മൾ നാഗങ്ങളെ പറ്റിയാണ് പറഞ്ഞു വന്നത്. യഥാർത്ഥത്തിൽ എത്ര തരത്തിലുള്ള നാഗങ്ങളുണ്ട്? ഈ നാഗങ്ങളുടെ പൂജാവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഈ നാഗങ്ങൾ എത്ര തരത്തിലുണ്ടെന്ന് ചോദിക്കുന്ന സമയത്ത് പുരാണങ്ങളിൽ നമുക്ക് ഏകദേശം 1000-ഓളം നാഗങ്ങളാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. കശ്യപൻ്റെ 3 ഭാര്യമാരിൽ നിന്ന് 1000-ഓളം നാഗങ്ങളെ പറ്റിയിട്ട്, പിന്നെ അവരിൽ നിന്ന് ഒത്തിരി നാഗകുലങ്ങളുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു സമ്പ്രദായ പ്രകാരം 64 കോടി ധൂളി നാഗദേവതമാരെന്നാണ് പറയുന്നത്. അത് 64 കോടിയിലധികം നാഗദേവതമാർ ഈ ആരാധനയ്ക്ക് വിധേയരായിട്ടുള്ളവരുണ്ട്. പാമ്പിനെ അല്ല പറയുന്നത്, ഇവിടെ ആരാധിക്കപ്പെടുന്ന തരത്തിലുള്ള ദേവതമാർ അല്ല, ആരാധിക്കാൻ യോഗ്യരായിട്ടുള്ള തരത്തിലുള്ള ദേവതമാർ തന്നെ 64 കോടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കേരളത്തിൻ്റെ സമ്പ്രദായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ആരാധിച്ചു വരുന്ന ദേവത എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാധാന്യം നാഗരാജാവ് മുതലുള്ള നാഗങ്ങളിൽ നമ്മൾ പറയാം. അപ്പോൾ നാഗരാജാവിനാണ് ഏറ്റവും ആ സർപ്പങ്ങളുടെ ഒരു പരമ്പരയിൽ സർവ്വസാമാന്യ വിധാനത്തിൽ നാഗരാജാവിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. നാഗരാജാവ്, നാഗയക്ഷി, അതുപോലെ തന്നെ മണിനാഗം, അഞ്ചലമണിനാഗം, ധൂളി മണിനാഗം, രത്നമണിനാഗം, അതുപോലെ പറനാഗം, കുഴിനാഗം, എരിനാഗം, എഴനാഗം, കരിനാഗം, അങ്ങനെ പൂനാഗം, അങ്ങനെ അസംഖ്യം ദേവതമാരെ തന്നെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സമ്പ്രദായ നാഗങ്ങളാണ്, പ്രധാനപ്പെട്ട നാഗകുലങ്ങളെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. ഇത് കൂടാതെ ഒത്തിരി നാഗകാളി, അതുപോലെ നാഗമണികണ്ഠൻ, ആകാശമണികണ്ഠൻ, അതുപോലെ തന്നെ കരിയാത്താൻ, കരിമകൻ. ഈ കരിയാത്താനിലും കരിമകനും പെടുന്ന കുറേ ദേവതമാർ സർപ്പത്തിൻ്റെ വിധാനത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നാഗചാത്തൻ, നാഗകന്യക, നാഗഭഗവതി, നാഗബാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും നാഗദേവതമാരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ള നാഗാരാധന. അതായത് ഇപ്പോൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കാൻ പാടില്ലാത്ത നാഗദേവതമാർ വരെ ഉണ്ട്. അത്രയും സ്വാത്വികമായിട്ടുള്ള ദേവതമാരെ വരെ നമുക്ക് കാണാൻ സാധിക്കും. മഞ്ഞപ്പൊടി അവരുടെ ആരാധനയിൽ നിഷിദ്ധമാണ്. എന്നാൽ ചില ദേവതമാർ അങ്ങനെയല്ല, രക്തത്തിൽ പ്രസാദിക്കുന്ന ദേവതമാരാണ്. മഞ്ഞപ്പൊടി പാടും എന്ന് മാത്രമല്ല, ചിലപ്പോൾ ഗുരുതിയായിരിക്കും അവർക്ക് നമുക്ക് ആ വിഗ്രഹത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യേണ്ടുന്നത്. അതുപോലെ അറുത്ത് പൂജയുള്ള സർപ്പങ്ങൾ, മത്സ്യം നിവേദിക്കുന്നവർ, പിന്നെ മുട്ടയൊക്കെ നിവേദിക്കുന്നത് പൊതുവെ ഒരു ഇടക്കാലം ഒരു 10-20 വർഷം മുന്നേ വരെ കേരളത്തിലെ കാവുകളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കോഴിമുട്ട ഒക്കെ വെച്ചിട്ട് സർപ്പത്തിന് നിവേദിക്കുന്ന ഒരു സമ്പ്രദായം പാരമ്പര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. സർപ്പങ്ങൾക്ക് കോഴിമുട്ട വെച്ച് തീർച്ചയായിട്ടും സർപ്പങ്ങൾക്ക് അത്തരത്തിലുള്ള നിവേദ്യങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ വടക്കൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് മിക്കവാറും കാവുകളിലൊക്കെ തന്നെ സർപ്പങ്ങൾക്ക് കോഴിമുട്ട സമർപ്പിച്ചിരുന്നു. ആ കാവിൻ്റെ ഒരു പുനരുദ്ധാരണം വരുന്ന സമയത്ത് ഒരു ദാക്ഷിണ്യം കൂടാണ്ട് ഇങ്ങനെയുള്ള പാരമ്പര്യ ആചാരങ്ങൾ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. ഇനി 100 പാലും മതി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ആക്കുകയാണ്. അപ്പം സർപ്പം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ദേവതയാണെന്നും ഇങ്ങനെയുള്ള അനുഷ്ഠാനം മാത്രമേ അതിന് പാടുള്ളൂ എന്നുള്ള ചില ആളുകളുടെ മുൻവിധിയാണ് ഇതിനകത്തുള്ളത്. സർപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് ചോര കണ്ടാൽ പ്രസാദിക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ ഇത് ചില ദേവതമാർ അങ്ങനെയാണ്. ചിലർക്ക് ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി പോലും പാടില്ലാത്ത നാഗദേവതമാരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഗുരുതി വേണ്ടുന്നതായിട്ടുള്ള ദേവതമാരുണ്ട്. അത് മത്സ്യവും മാംസവും ഇതുപോലെ തന്നെ അണ്ഡവും ഒക്കെ വെച്ചിട്ട് ആരാധിക്കുന്ന ദേവതമാർ ഈ സർപ്പവിധാനത്തിലേക്ക് വരുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയ സംശയമാണ്, ഇപ്പോൾ എനിക്കൊരു കാവുണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു കാവുണ്ടെന്ന് കരുതുക. ആ കാവിലെ ദേവത അത് പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വർഷങ്ങളായിട്ട് കിടക്കുകയാണ്. ദോഷങ്ങൾ കാരണം വീണ്ടും അവിടെ പൂജ ചെയ്യാൻ ആരെങ്കിലും പറയുകയാണ്. അവിടുത്തെ ദേവത ആരാണ് എന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് ഒരുപാട് ദേവതാ സങ്കല്പങ്ങളുണ്ട് നാഗങ്ങളിൽ. അതിലേത് ദേവതയാണ് എന്ന് എങ്ങനെ അറിയും? അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ അതിനെ എങ്ങനെ പൂജ കഴിക്കും?
കാവിനെ സംബന്ധിച്ച് ഒരു കാവുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപാധി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഒരു കാവ് ഇല്ലെങ്കിൽ ആ ആരാധന നടന്നിരുന്ന പരിസരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ഏത് തരത്തിലുള്ള നാഗദേവതയുടെ ആരാധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്, ഈ സമ്പ്രദായ സർപ്പങ്ങളിൽ ഏത് ഗുണത്തിലുള്ള ദേവതയുടെ ആരാധനയാണ് അവിടെ നടന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയിപ്പോൾ കാവുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി. ആ കാവിൻ്റെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആ കാവിൽ അധിവസിക്കുന്ന ദേവത ഏതാണെന്ന് നമുക്ക് ഏകദേശം അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഗ്രഹം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഗ്രഹത്തിന്റെ രൂപം കണ്ടാലും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? അതൊന്ന് പറഞ്ഞുതരാമോ? അതൊരു പക്ഷേ നമ്മൾ ഇത്രയും കുറച്ച് വർഷങ്ങളായിട്ട് ഇതിനെ നമ്മൾ പരിചയിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട്. ഒരു ഉദാഹരണം പറയാമോ? ഒരു കാവ് കാണുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പറനാഗം എന്ന് പറയുന്ന ഒരു സർപ്പത്തിൻ്റെ കാവാണെന്ന് വിചാരിക്കുക. ഈ പറനാഗത്തിൻ്റെ കാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കാവിനൊരു ഒരു 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 വലിപ്പം ഉണ്ടാവും, അതായത് അതിൻ്റെ ഒരു ആകൃതി ഉണ്ടാവും. ഈ ആകൃതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെട്ട് കുറച്ചധികം ഉയരമുള്ള മരങ്ങൾ, കുറച്ചുകൂടിയും ആകാശബന്ധം തോന്നിക്കുന്ന തരത്തിലുള്ള മരങ്ങൾ ആ കാവിലുണ്ടാവും. ആ കാവിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് മിക്കവാറും വള്ളി പോലെ എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. ഇതൊരു ലക്ഷണമാണ്. ഇതുകൊണ്ട് മാത്രം പറനാഗം എന്നല്ല, ആ മണ്ണിൻ്റെ ലക്ഷണങ്ങളും നമുക്ക് അവിടെ നിന്നുണ്ടാകുന്ന കുറേ നിമിത്തങ്ങളും നമുക്ക് അതിനകത്ത് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഇത് ഞാനൊരു ഉദാഹരണം ചോദിച്ചാൽ പറഞ്ഞതാണ്. ആ കാവിൻ്റെ ഒരു സ്വാഭാവിക ആകൃതിയിൽ നിന്ന് വിട്ടിട്ട് ചിലപ്പോൾ ഒരു മധ്യഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചൊരു കാവിൻ്റെ ഒരു പൊക്കത്തിന് കവിഞ്ഞിട്ടുള്ള ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ അത് പറനാഗമാവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ നാഗങ്ങൾ വരുന്നത്? ഇപ്പോൾ എല്ലായിടത്തും നാഗരാജാവും നാഗയക്ഷി വെച്ചാണ് പൂജിക്കുന്നതെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ദേവതകൾ വരുന്നത്? അല്ലെങ്കിൽ ഇവർക്കെല്ലാം വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ പാരമ്പര്യ നാഗാരാധനയുടെ ഒരു വിശ്വാസപ്രകാരം ഈ നാഗലോകം എന്ന് പറയുന്നതും മനുഷ്യാകാരത്തിലുള്ള ദേവതമാരുടെ ലോകം എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. അപ്പൊ നമ്മൾ ആരാധിക്കപ്പെടുന്ന ദേവതമാർക്കൊക്കെ തന്നെ നമ്മളൊരു മനുഷ്യരൂപം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇനി അത് തന്നെയാണ് അവരുടെ രൂപം എന്ന് അറിയില്ല. നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് ഇവർക്ക് ഈ ഒരു രൂപം കൊടുത്തിരിക്കുന്നു. ആ ശക്തിക്ക്, ആ പ്രാപഞ്ചികമായിരിക്കുന്ന ആ ശക്തിക്ക്, ഇല്ല ഈശ്വരന്റെ പലതരത്തിലുള്ള ഗുണങ്ങൾക്ക് നമ്മൾ മനുഷ്യാകാരം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ നാഗാരാധന പദ്ധതി എന്ന് പറഞ്ഞാൽ നാഗങ്ങൾ നാഗരൂപത്തിൽ ഈശ്വരനെ ആരാധിച്ചിട്ടുള്ള പദ്ധതിയാണ് കേരളത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിന് അഹിഭൂമി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് മനുഷ്യന്മാരുടെ പദ്ധതിയല്ല. ആ നാഗബന്ധം നമ്മുടെ തറവാടുകളിൽ സർപ്പത്തെ ഈശ്വരനായിട്ട് ആരാധിക്കുന്ന ഒരു പദ്ധതി നിലനിന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നാഗങ്ങൾ അവരുടെ രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ശിവനുണ്ടെങ്കിൽ സർപ്പാരാധനയിൽ വേറെ ശിവനുണ്ട്, ഇവിടെ പാർവതി ഉണ്ടെങ്കിൽ സർപ്പത്തിൽ വേറൊരു പാർവതി ഉണ്ട്, വിഷ്ണുവോ ബ്രഹ്മാവോ സുബ്രഹ്മണ്യ ഗണപതിയോ ആരിവിടെ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ തന്നെ ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇവരൊക്കെ ഉണ്ട്. ഒരു വശമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ കീഴ്മറിഞ്ഞ വശത്ത് ഈ രൂപത്തിൽ ഇവരൊക്കെ തന്നെയും നാഗരൂപത്തിൽ ഇവരൊക്കെ തന്നെയുണ്ട്. അപ്പം ഇവിടെ എത്ര ദേവതമാരുണ്ടോ ചിലപ്പോൾ അതുപോലെ അതിൽ കവിഞ്ഞോ ഒക്കെ ദേവതമാർ നാഗലോകത്തിലും ഉണ്ടെന്നുള്ള സങ്കല്പമാണ്. ഇവിടെ ഇവിടെ ഒരു ഇല വീഴണമെന്നുണ്ടെങ്കിൽ അത് നാഗലോകത്തിലും നടക്കുന്നുണ്ടെന്നുള്ള സങ്കല്പമാണ് നമുക്ക് പാരമ്പര്യ വിധാനത്തിലുള്ളത്. അപ്പോൾ ഈ നാഗരാജാവും നാഗേശ്വരിയും ഇണചേർന്ന് ഉണ്ടായ അണ്ടം പൊട്ടി വിരിഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഒരു സമ്പ്രദായമാണ് സർപ്പാരാധനയുടെ കേരളീയ പാരമ്പര്യത്തിലുള്ളത്. അപ്പോൾ ആ നാഗരാജാവിനൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ പിന്നീട് അനന്തനാണ് വാസുകിയാണെന്നും പറഞ്ഞിട്ട് പല സ്ഥലത്ത് വരുന്നത്. അപ്പോൾ അനന്തൻ വാസുകി എന്ന് പറയുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന കാര്യം, ഈ അനന്തൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ എന്താ പറയുക, വാസുകി ശിവന്റെ കഴുത്തിലുള്ളതല്ലേ, അനന്തൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു കിടക്കുന്നതല്ലേ, ഈ അഷ്ടനാഗങ്ങളൊക്കെ തന്നെ ഭഗവതിയുടെ ആഭരണങ്ങളല്ലേ, ഗണപതിയുടെ പൂണൂലല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ നാഗാരാധനയും ഈശ്വരനുമായിട്ടുള്ള ബന്ധം ചോദിക്കുമ്പോൾ തന്നെ പല ആചാര്യന്മാരും പറയുന്നത് ഈ ബന്ധം, ഗണപതിക്ക് ബെൽറ്റ് ഉണ്ട്, ശിവന് കഴുത്തിൽ ആഭരണം ഉണ്ട് എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. ഇതല്ല കേരളത്തിലെ നാഗാരാധന എന്ന് പറയുന്നത്. ഇതല്ല, സർപ്പത്തെ ഈശ്വരനായിട്ട് ആരാധിക്കുന്ന ഒരു വിധാനമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ചോദിച്ചതുപോലെ ഇത്ര അധികം ദേവതമാര് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇല്ല, നമുക്കൊരു നാഗരാജാവിനെ നാഗേഷിനെ അഷ്ടനാഗത്തിനെ മാത്രം മതി. പക്ഷെ അവരല്ല. കേരളത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ അഷ്ടനാഗങ്ങളുടെ ആരാധനയല്ല, ഇങ്ങനെ നിരവധിയായിട്ടുള്ള നാഗപരമ്പരകളെ പറഞ്ഞു പോകുന്ന ഒരു ആരാധനയാണുള്ളത്. അവർക്കൊക്കെ തന്നെ പ്രത്യേക വിധാനങ്ങളുണ്ട്, ഇഷ്ടനിവേദ്യമുണ്ട്, വസ്ത്രമുണ്ട്, അവർക്കൊക്കെ രൂപങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പത്തെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സമ്പ്രദായത്തിൻ്റെ പേര് തന്നെ സർപ്പധർമ്മദൈവത്തിൻ്റെ സമ്പ്രദായമാണ്. അപ്പോൾ സർപ്പത്തിനാണ് പ്രാധാന്യം. എപ്പോഴും നമ്മുടെ കാരണവന്മാർ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആദ്യ സർപ്പം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ധർമ്മദൈവം എന്ന്. സർപ്പം, ഗുരു, ധർമ്മദൈവം. ഈ ഗുരുപരമ്പര എന്ന് പറയുന്ന സമയത്ത് സർപ്പത്തിന് മനുഷ്യ ഗുരുക്കന്മാരെ പറയുന്നില്ല, സർപ്പാരാധനയ്ക്ക് മനുഷ്യന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ പറയുന്നില്ല. അവിടെ ഗുരു നാഗരാജാവ് തന്നെയാണ്. അപ്പോൾ ആ സർപ്പത്തിൽ നിന്ന് ആ സർപ്പങ്ങളുടെ ആരാധിച്ചു വന്ന അനുഗ്രഹം കൊണ്ട് നമ്മുടെ കുടുംബത്ത് ഒരു ഗുരുപരമ്പര ജന്മെടുക്കുകയാണ്. ആ ഗുരുവാണ് പിന്നെ പോയിട്ട് ഇതര ദേവതമാരെ ഉപാസിച്ചിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഗുരുവിനും അടിസ്ഥാനമായിട്ടുള്ള പദ്ധതി, ഗുരുക്കന്മാരെ അനുഗ്രഹിച്ചിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് സർപ്പാരാധനയാണ്. അതായത് ഒരു കുടുംബത്ത് സർപ്പത്തെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ആ സർപ്പത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ കുടുംബത്ത് ഒരു മുത്തപ്പൻ, ഇല്ലൊരു യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നൊക്കെ പറയുന്ന ഒരു
കുടുംബകാരണവർ അല്ലെങ്കിൽ ഒരു ആദിമ പിതൃ ഉണ്ടാകുന്നു, അദ്ദേഹം പോയിട്ട് ആരാധിച്ചു കൊണ്ടുവന്നിരുന്ന ഒരു ദേവതമാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിന് മുമ്പ് അദ്ദേഹം കൂടി വണങ്ങുന്ന ഒരു പദ്ധതിയാണ് ഈ സർപ്പത്തിൻ്റെ ആരാധനാ പദ്ധതി. അതുകൊണ്ട് ഇതിന് ആദിമൂല സമ്പ്രദായം എന്ന് പറയാറുണ്ട്. ഈ സർപ്പാരാധന ചെയ്യുന്ന കുടുംബങ്ങളെയൊക്കെ അല്ലെങ്കിൽ പുള്ളോമ്പാട്ടൊക്കെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ആദിമൂല ശിവനെ സ്തുതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആദിമൂല ശിവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാഗരാജാവാണ്. ആദിമൂല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ സർപ്പത്തിൻ്റെ സമ്പ്രദായമാണ് അവിടെ. അതായത് എല്ലാ ദേവതാ ഉപാസനകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഉപാസന എന്ന് പറയുന്നത് സർപ്പാരാധന തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന പല ആരാധനകളുടെയും പിന്നിൽ സർപ്പാരാധന എന്ന് പറയും. ലോകത്തെല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. കേരളത്തിൽ അങ്ങനെ ആവാനായിട്ട് കേരളത്തിൻ്റെ ചില പരിസ്ഥിതി, ഇവിടുത്തെ മുന്നേയുള്ള നാഗവംശരുടെ ബന്ധം മുതലായ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയായിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും നാഗാരാധന നിലനിൽപ്പുണ്ട്. എല്ലാ മതങ്ങളിലും നാഗാരാധനയുണ്ട്, എല്ലാ സംസ്കാരങ്ങളിലും നാഗാരാധനയുണ്ട് എന്നതുകൊണ്ട് അവിടുത്തെ എല്ലാം ആരാധനയുടെ അടിസ്ഥാനം സർപ്പാരാധനയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ കേരളത്തിലെ ധർമ്മദേവത ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് മിക്കവാറും കുടുംബങ്ങൾ അന്വേഷിച്ച് നമുക്ക് കാണാൻ സാധിക്കും സർപ്പമാണ് അവിടുത്തെ അടിസ്ഥാനം. ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന നിവേദ്യം അല്ലെങ്കിൽ പൂജ എന്ന് പറയുന്നത് നൂറും പാലുമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ നൂറും പാലും, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ എങ്ങനെയാണ് ഈ നാഗദൈവങ്ങൾ പ്രസാദിക്കുന്നത്? നൂറും പാല് എന്ന് പറയുന്നത് എല്ലാ സർപ്പദേവതമാർക്കും സന്തോഷം ഉണ്ടാകുന്ന തരത്തിലുള്ള നിവേദ്യമാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. നൂറും പാല് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സർപ്പദേവതമാർക്കും സംതൃപ്തി ഉണ്ടാവും എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നൂറും പാലിനെ സംബന്ധിച്ചുള്ള വിഷ്ണു ഭഗവാൻ ഇവരുടെ പൊള്ളൽ മാറാൻ വേണ്ടി തേച്ചു കൊടുത്തതാണെന്നും അങ്ങനെ കുറേ കഥകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നൂറും പാല് സർപ്പത്തിന് മാത്രമല്ല വാസ്തവത്തിൽ നിവേദിക്കുന്നത്. നൂറും പാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധമുള്ള ഒട്ടുമിക്ക ദേവതമാർക്കും നൂറും പാല് നിവേദിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ പാരമ്പര്യ സമ്പ്രദായങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ നിരവധി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പൊങ്ങുന്നൂറ് ഇടിച്ച് നൂറും പാല് ഈ ഉരലിടിച്ചിട്ട് അത് ഭദ്രകാളിക്ക് നിവേദിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഭദ്രകാളിക്ക് നൂറും പാല് നിവേദിക്കാനായിട്ട് സാധിക്കും. ഇതല്ലാതെ പല പാരമ്പര്യ അനുഷ്ഠാനങ്ങളിലും നമ്മൾ ഈ 16 കള്ളി 9 കള്ളിയൊക്കെ ചെയ്യുന്ന കള്ളിപ്പത്മയിട്ട് നമ്മൾ നറുക്കും തിരിയും വെച്ച് ചെയ്യുന്ന പല അനുഷ്ഠാനങ്ങളിലും ഇതിനകത്തേക്ക് ദേവനുള്ള പ്രഥമ നിവേദ്യം അല്ലെങ്കിൽ ദേവൻ്റെ ചൈതന്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള നിലക്ക് ദേവന് ജീവൻ കൊടുക്കുക, ചൈതന്യം കൊടുക്കുക എന്നുള്ള സങ്കല്പത്തിൽ ഈ സ്ഥലത്തേക്ക് ദേവനെ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഈ കള്ളികളിലേക്ക് നൂറും പാലും തർപ്പണം ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇതൊന്നും സർപ്പത്തിനല്ല. ചാത്തൻ മുതൽക്ക് ഭദ്രകാളി, വേട്ടക്കരൻ, അയ്യപ്പൻ മുതലുള്ള ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധമുള്ള ദേവതമാർക്കൊക്കെ തന്നെ നൂറും പാലും കൊടുക്കാറുണ്ട്. സർപ്പത്തിന് മാത്രമല്ല. പക്ഷേ സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം നൂറും പാല് വളരെ വിശേഷമാണ്. പക്ഷേ ഈ നൂറും പാല് എന്ന് പറയുന്ന ഒരു വിധാനം മാത്രമല്ല സർപ്പത്തിനുള്ളത്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാധാന്യം വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നൂറും പാല് പൊതുവെ നമ്മളിപ്പോൾ ഇന്ന് കാണുന്നത്, ഇപ്പോൾ നൂറും പാലിനെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പ്രമാണങ്ങളുണ്ട്, മലയാള ഭാഷയിലുള്ള പ്രമാണങ്ങളുണ്ട്, അതുപോലെ സംസ്കൃതത്തിലുള്ള പ്രമാണങ്ങളുണ്ട്. അപ്പം ചെന്നെല്ലിൻ്റെ അരിനൂറ്, ചെറുകാടി മഞ്ഞൾ, വാടാതെ പഴുത്തുള്ള ചെറുകദളി പഴങ്ങൾ, ചെന്തയ്യേൽ, ചെങ്കുരുമ്പ, നല്ലിളനീര്, പൈങ്കുരാലി എന്നല്ല പശുവിൻ്റെ പാല്. ഇതല്ലാതെ ഇതിനകത്തേക്ക് പാരമ്പര്യ സമ്പ്രദായത്തിൽ ശർക്കരയും പനിനീരും ചേർത്ത് ഇളം പൂക്കല ഞെരടിയതും ചേർത്ത് അർപ്പണം ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങളെയാണ് പഞ്ചരസങ്ങളെ കൊണ്ടിട്ടാണ് നമ്മൾ നൂറും പാലും ദേവന് തർപ്പണം ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നൂറും പാലിനകത്തേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 5നോട് കൂടിയിട്ട് നമ്മൾ ശർക്കരയും. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ 5ഉം കൂട്ടി തർപ്പിച്ചാൽ മാത്രം അത് എല്ലാ ദേവതമാർക്കും പ്രീതിയാവുന്ന നൂറുംപാല്. നൂറുംപാല് തന്നെ പല വിധത്തിലുണ്ട്. വെള്ള നൂറുംപാലുണ്ട്, മഞ്ഞ നൂറുംപാലുണ്ട്, രക്തവർണ്ണത്തിൽ തർപ്പിക്കുന്ന നൂറുംപാലുണ്ട്, കറുത്ത നിറത്തിലുള്ള നൂറുംപാലുണ്ട്. ചില ദ്രവ്യങ്ങൾ ചില ദേവതമാർക്ക് പാടില്ല. ഇപ്പോൾ ഒരു കാവിലൊരു 10ഓളം വിഗ്രഹങ്ങൾ ഇരിക്കുന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നൂറുംപാലല്ല. ഈവൻ മണ്ണാറശാലയിലും വെട്ടിക്കോടൊക്കെയുള്ള നാഗരാജാവിന് മഞ്ഞപ്പൊടി ചേർക്കാത്ത നൂറുംപാൽ അവർ കൊടുക്കും. നമ്മുടെ പാരമ്പര്യ സമ്പ്രദായത്തിൽ നമ്മുടെ നാഗരാജാവിൻ്റെ നൂറുംപാലിൽ മഞ്ഞപ്പൊടി ചേർക്കാറില്ല, വെള്ള മാത്രമാണ് നൂറുംപാൽ. അത് ചില സർപ്പങ്ങളുടെ വിധാനം പറഞ്ഞ സമയത്ത് നൂറുംപാൽ കറുപ്പിച്ചും ചോപ്പിച്ചും പിന്നെ ചില മരുന്നുകളൊക്കെ ചേർത്തിട്ടൊക്കെ നൂറുംപാലും തരാറുണ്ട്. അപ്പോൾ ഈ നൂറുംപാലെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ 5 കൂട്ടം കൂട്ടിയിട്ട് മഞ്ഞപ്പൊടി കലക്കി പഴമൊക്കെ കൂടി തിരുമ്മി കൊടുക്കുന്ന സാധനം മാത്രമല്ല നൂറുംപാൽ. അതൊരു വേറൊരു വിധാനത്തിലേക്ക് എന്താ പറയുക, ഓരോ ദേവതയുടെ സ്വഭാവം അറിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നൂറുംപാല്. ഇപ്പോൾ ഈ കാവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇതിനെല്ലാം ശേഷം ഇവർ അവിടെ ഒരു പൂജ നടത്തി അല്ലെങ്കിൽ കളവെഴുത്തും പാട്ടും നടത്തി ഒരു തുള്ളലൊക്കെ നടത്തി അങ്ങനെ അത് അവസാനിപ്പിച്ചു പോകുന്നൊരു സമ്പ്രദായമുണ്ട്. അതായത് കാവെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഇതുകൊണ്ട് അതിനുള്ള പരിഹാരമാകുമോ? ഈ കാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് തന്നെ ദേവതമാരെ പൂജിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു വിധാനമാണ്. ഇപ്പം ചില കുടുംബങ്ങളിലൊക്കെ സർപ്പപ്രതിഷ്ഠയ്ക്ക് പുറകിലായിട്ട് കവുങ്ങ് മരം, അടയ്ക്കാമരം, കവുങ്ങ് എന്ന് പറയുന്നത് വെച്ച് പിടിപ്പിക്കാറുണ്ട്.
അപ്പോൾ ഈ എന്തുകൊണ്ടാണ് കവുങ്ങ് അവിടെ വെച്ച് പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവുങ്ങിൻ്റെ ആ പൂക്കല പൊട്ടി വരുന്ന സമയത്ത് അകത്തു നിന്ന് വിരിഞ്ഞു വരുന്ന ആ വെളുത്ത ചെറിയ ചെറിയ പൂക്കൾ ഈ വിഗ്രഹത്തിന് മുകളിലേക്ക് വീഴുന്നത് സർപ്പദേവതമാരുടെ ചൈതന്യ വർധനവിന് ഉതകും എന്നൊരു വിശ്വാസം പാരമ്പര്യമായിട്ട് നിലവിലുണ്ട്. വിശ്വാസം മാത്രമല്ല, അത് അനുഭവത്തിലും അത് സത്യമുള്ള കാര്യമാണ്. ഈ പൂക്കൾ ഒരു അർച്ചന പോലെ ഈ ദേവതമാരുടെ ശിരസിലേക്ക് വർഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരുടെ ചൈതന്യം വർദ്ധിക്കുമെന്നും അങ്ങനെ പ്രകൃതി തന്നെ ദേവതേനെ ഉപാസിക്കുന്ന ഒരു രീതിയാണ്. ഞാനത് മുന്നേ പറഞ്ഞൊരു വിഷയം, ഈ സർപ്പത്തെ സംബന്ധിച്ച് ഇത് മനുഷ്യന്മാർ ഇവരെ ഉപാസിക്കുന്ന ഒരു രീതി അല്ല യഥാർത്ഥത്തിൽ. നമ്മളിൽ ആ ഒരു നാഗന്മാരുടെ രക്തം അല്ലെങ്കിൽ ആ നാഗവംശജരുടെ രക്തം ഉള്ളത് കൊണ്ടാണ് ശരിക്കും സർപ്പാരാധനയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ ഈ സർപ്പങ്ങളെ പ്രകൃതിയാണ് ഒരു പരിധിവരെ നമ്മളിത് ആരാധിക്കുന്നു. മുൻകാലത്ത് എല്ലാ നിത്യപൂജ എന്ന് പറയുന്നൊരു വിധാനം എല്ലാ സർപ്പങ്ങൾക്കും പറഞ്ഞിട്ടുള്ള ചില ദേവതമാർ പ്രകൃതിയിൽ നിന്ന് പൂജ കൈക്കൊള്ളുന്നവരാണ്. ചില ദേവതമാർ ഇപ്പോൾ നമ്മൾ ശബരിമല അയ്യപ്പനാണെങ്കിൽ പോലും നിശ്ചിത സമയം സ്വാമിക്ക് പറഞ്ഞിട്ടുണ്ട് പൂജിക്കാൻ. അല്ലാത്ത സമയത്ത് നമ്മൾ പോയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ എന്താ നടക്കണേ? അവിടെ അപ്പോൾ ഈ ഋഷീശ്വരന്മാരും ദേവന്മാരും യക്ഷഗന്ധർവാദികളൊക്കെ വന്നിട്ട് സ്വാമിക്ക് പൂജ ചെയ്യും എന്ന് പറയുന്നത് പോലെ കാവ് ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതിന് പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ പിന്നെയും പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ആചാരപരമായിട്ടുള്ള പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ കാവിന് ചുറ്റുമുള്ള ഈ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ ആരാധന ചെയ്യുന്ന സ്ഥലത്തുള്ള ഈ കാവ് എന്ന് പറയുന്നത് അത് പ്രകൃതിക്ക് ദേവതമാരെ പൂജിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദേവൻ്റെ പ്രാണശക്തിയാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്, ഇല്ല ദേവൻ്റെ ചൈതന്യമാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മോശം വശങ്ങൾ ആ ദേശത്തും അതിനെ ആരാധിക്കുന്നവരിലും ആ കുടുംബത്തിലും ഒക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും.